കൊച്ചിയിലെ വൈറ്റ് കോളർ ഡ്രഗ് പാർട്ടിയെക്കുറിച്ചുള്ള അന്വേഷണം ഡൽഹിയിലേക്കും ബംഗളൂരുവിലേക്കും വ്യാപിപ്പിച്ച് പോലീസ്. പ്രധാന പ്രതി കെവിന് സിനിമാ മേഖലയിലടക്കം ബന്ധമുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. കേസിൽ കൂടുതൽ പേരുടെ അറസ്റ്റുണ്ടായേക്കും. കടവന്ത്രയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ലഹരി ഉപയോഗിക്കുന്നതിനിടെ ഡോക്ടർ, അഭിഭാഷകർ എന്നിവർ ഉൾപ്പെടെ 8 പേരെ പിടികൂടിയതാണ് കേസിന്റെ തുടക്കം. ലഹരി മരുന്നിന്റെ അളവ് കുറവായതിനാൽ ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചു. എങ്കിലും പോലീസ് കേസിനെ ഗൗരവമായാണ് കണ്ടത്. നഗരത്തിലെ VIP-കൾ അടങ്ങുന്ന സംഘങ്ങൾക്ക് ലഹരി എത്തിക്കുന്ന കെവിൻ മാത്യു കൂടി പിടിയിലായതോടെ കേസിന്റെ വ്യാപ്തി വർദ്ധിച്ചു. കെവിന്റെ വിതരണക്കാരായ ഷമീറും സിദ്ദീഖും പിടിയിലായതോടെ കൂടുതൽ കണ്ണികളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചു. ഇഷ്യൂകളുണ്ട്. അല്ലെങ്കിൽ നേരത്തെ പബ്ബിലെ TJ കേന്ദ്രീകരിച്ച് കേസുകളുണ്ട് സിറ്റിയിൽ തന്നെ. പിന്നെ ഡ്രഗുടെ അബ്യൂസും ചില പാർട്ടികളുടെ നമുക്കുള്ള നോട്ടീസ് വന്ന് കേസും എടുത്ത് നമ്മൾ സ്റ്റാർ ഹോട്ടൽ അടക്കം റൈഡ് ചെയ്ത് കേസുകളൊക്കെ എടുക്കാൻ വേണ്ടി വന്ന് അതിന്റെ സോഴ്സൊക്കെ നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. കെവിന്റെ ഡൽഹി, ബംഗളൂരു ബന്ധങ്ങളും പോലീസ് അന്വേഷിക്കുകയാണ്. കൊച്ചിയിൽ ലഹരി മരുന്ന് പാർട്ടികൾ ഇല്ലാതാക്കാനും പോലീസ് നടപടി തുടങ്ങി. നൈറ്റ് പാർട്ടികളും DJകളും നടക്കുന്ന ഹോട്ടലുകളിലും ക്ലബ്ബുകളിലും നിരീക്ഷണം ശക്തമാക്കി. രാത്രി 11 മണിക്ക് തന്നെ പാർട്ടികൾ അവസാനിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും ആരംഭിച്ചു. മീഡിയ 1 കൊച്ചി.